ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏട്ടത്തി അതിൽ ഇടപെടണ്ട. അത് അച്ഛൻ പറയട്ടെ. അച്ഛൻ എന്താന്നും മിണ്ടാത്തെ? അങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടോ? അല്ല, അത് പിന്നെ കമ്പനിയുടെ പൊതുവായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അവന്തികയെ കൂടി ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഞാനും കൂടി സഹായിക്കാം. ചെയ്തു തന്ന സഹായമൊക്കെ തന്നെ ധാരാളം. ഇനി ഗർഭിണിയായ പുന്നാര പെങ്ങളെ അടുക്കളയിൽ കയറ്റി ഞാൻ ജോലി ചെയ്യിപ്പിച്ചു എന്നറിഞ്ഞ ആങ്ങളയ്ക്കും അമ്മയ്ക്കും അത് മതി. വെറുതെ ഞാൻ എന്തിനാ അവരുടെ ചീത്ത കേൾക്കുന്നേ? ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ പറഞ്ഞു തീർക്കായിരുന്നു വേണ്ടത്. അല്ലാതെ എടുത്തു ചാടി ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. പ്രശ്നങ്ങൾ തീർക്കാൻ തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനും കുഞ്ഞും കാരണം മീരടുത്തേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പേടിയുണ്ടോ? ഉണ്ട്. എനിക്ക് നല്ല പേടിയുണ്ട്. ഉള്ള ദോഷങ്ങളെല്ലാം കൊണ്ടാണല്ലോ നീ ഇങ്ങോട്ട് വന്നത്. അതോർക്കുമ്പോ എനിക്ക് വല്ലാത്ത പേടിയുണ്ട്. അത്രയ്ക്ക് പേടിയാണെങ്കിൽ നീ കുറച്ചാൾ നിന്റെ വീട്ടിൽ പോയി നിൽക്ക്. അച്ചു നെല്ലിശ്ശേരിയിലേക്ക് പോയിട്ട് നീ കൂടി തിരിച്ചു വന്നാ മതി. അനൂപേട്ടനല്ലെങ്കിൽ ഇങ്ങനെ പറയൂന്ന് എനിക്കറിയാം. പെങ്ങളെ കണ്ടാ പിന്നെ എന്നെ പിന്നെ കണ്ണിന് നേരെ കണ്ടൂടല്ലോ. മര്യാദക്ക് നിന്റെ നാവടക്കി വെച്ചോണം. ഇനി മേലിൽ ഇതുപോലുള്ള വർത്താനം ഈ വീട്ടിൽ കേൾക്കരുത്. അച്ചു ഇവിടെ ഉള്ളിടത്തോളം അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് നിന്റെ മാത്രം ഉത്തരവാദിത്വമാണ്. അതിലെന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ പിന്നെ നീ ഈ വൃന്ദാവനത്തിൽ ഉണ്ടാവില്ല. മനസ്സിലായോ? അനുപേട്ട വേണ്ട. എടുത്ത് വെറുതെ വഴക്ക് പറയുന്നത് എന്തിനാ? അല്ലെങ്കിലും ഞാനാണല്ലോ ഇവിടെ അധികപ്പറ്റ്. എന്താന്ന് വെച്ചാ ആയിക്കോ. അനുപേട്ട, എന്തിനനുപേട്ട ആ പാവത്തിനെ ഇങ്ങനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നേ? ഞാൻ കാരണം നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടാവുന്ന എനിക്ക് സങ്കടം. അതൊന്നും സാരമില്ല. അവളുടെ പണക്കം മാറ്റാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. വൈകിട്ട് തിരിച്ചു വരുമ്പോ സ്വാമീസ് ഹോട്ടലിൽ നിന്ന് ഒരു നെയർ റോസ്റ്റ് വാങ്ങിച്ചിട്ട് കൊടുത്താൽ തീരാവുന്ന പണക്കേ അവക്കുള്ളൂ. നീ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വയ്ക്ക്. ഓണം വരിക. തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തണ്ടേ? നമ്മുടെ കമ്പനിയിൽ ഇതുവരെ ബോണസിന് വേണ്ടിയുള്ള സമരമൊന്നും ഉണ്ടായിട്ടില്ല. ഇക്കാര്യം തന്നെ ഇപ്പൊ പറയുന്നേ? അതിനുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ലല്ലോ. സമയമാവുമ്പോ തൊഴിലാളികളുമായി ഞങ്ങൾ സംസാരിച്ചോളാം.
അവന്തികടുത്തി അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കമ്പനി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. കമ്പനിയുടെ MD അച്ഛനാണെങ്കിലും അച്ഛന്റെ സ്ഥാനത്തിരുന്ന കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് നന്ദേട്ടനായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ നന്ദേട്ടന്റെ ഭാര്യ എന്ന നിലയ്ക്ക് എനിക്കും അത് തീരുമാനിക്കാനുള്ള അർഹതയുണ്ട്. അർഹതയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നന്ദേട്ടനില്ലാത്തപ്പോ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങളുണ്ടല്ലോ. അവന്തിക്കടുത്ത് ഇതിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിന് നിന്നോടാരും അഭിപ്രായം ചോദിച്ചില്ലല്ലോ. തലയിരിക്കുമ്പോ വാലാടണ്ട. അഭിപ്രായം പറയാൻ അച്ഛനുണ്ട്. ധനുഷ് അഭിപ്രായം പറഞ്ഞാൽ എന്താ കുഴപ്പം? നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള അതേ സ്ഥാനം തന്നെയാ എന്റെ ഭർത്താവിന് ഈ വീട്ടിലുള്ളത്. അതിൽ കൂടുതലുമില്ല കുറവുമില്ല. ആ, നന്ദേട്ടന്റെ അധികാരം നന്ദേട്ടന് മാത്രമുള്ളതാ. അത് മറ്റാർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല. അതുപോലെ തൽക്കാലം കമ്പനിയുടെ കാര്യങ്ങള് ഞങ്ങളെല്ലാം കൂടി തീരുമാനിച്ചോളാം. ഏട്ടത്തി അതിൽ ഇടപെടണ്ട. അത് അച്ഛൻ പറയട്ടെ. അച്ഛനെന്താന്നും മിണ്ടാത്തെ? അങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടോ? അല്ല, അത് പിന്നെ കമ്പനിയുടെ പൊതുവായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അവന്തിയെ കൂടി ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മാർക്കറ്റിംഗിന്റെ അക്കൗണ്ട്സിന്റെ മേൽനോട്ടം കൂടി ഇനി അവന്തിയേക്കായിരിക്കും. അതിന്റെ ആവശ്യമില്ല. മാർക്കറ്റിംഗിന്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് ഇപ്പൊ ധനുഷ. തൽക്കാലം അവിടെ മറ്റൊരാളുടെ ആവശ്യമില്ല. ധനുഷിന്റെ അധികാരത്തിന് മേളിയിരുന്ന് ഭരിക്കാൻ ആർക്കും അധികാരം കൊടുക്കണ്ട. എനിക്കതിൽ എതിർപ്പുണ്ട്. ഞാൻ ഈ കമ്പനിയിലെ ഡയറക്ടർ ബോർഡ് മെമ്പറാ. എന്തിനാ നിങ്ങൾ എല്ലാവരും അവന്തികയെ എങ്ങനെ എതിർക്കുന്നത്? അവള് നന്ദന്റെ ഭാര്യയല്ലേ? ഇവള് പറയുന്നതൊക്കെ ബിസിനസിന്റെ നല്ലതിന് വേണ്ടിയാ. അതുകൊണ്ട് തന്നെയാ ഈ തീരുമാനത്തെ ഞാൻ എതിർക്കുന്നത്. ഇതിൽ നന്ദേട്ടനൊരു അഭിപ്രായം കാണുമല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണെന്ന് പറയാൻ നന്ദേട്ടന് കഴിയില്ല. അത് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ വരുന്നവരെ ഇത് നടപ്പാക്കാൻ പറ്റില്ല.